ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ പഴയതുപോലെ അല്ല ചേട്ടാ കാര്യങ്ങള്. പണ്ടൊക്കെ BJP ഇലക്ഷന് നിൽക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തവണ BJP ജയിക്കുമെന്ന ഭയത്തിൽ ഈ തറക്കളികൾ ഇറക്കുകയാണ് പല സ്ഥലത്തും. നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ജയിച്ച് കഴിഞ്ഞ ശേഷമാണ് എന്തൊക്കെയാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് ഊതി വീർപ്പിച്ച് അതെല്ലാം സുരേഷ് ഗോപിക്കെതിരെ തിരിച്ചുവിട്ടത്. അതിലൊരു സംഭവമായിരുന്നു ഈ പൂരം കലക്കി എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം വോട്ട് ചോദി വന്നപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചോദി നടത്തി എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഇവർ നടത്തി. ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം സുരേഷ് ഗോപിക്ക് 2 സ്ഥലത്ത് വോട്ടർ ID ഉണ്ടെന്ന് പറഞ്ഞു, വോട്ടിംഗ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണ് എന്ന് പറഞ്ഞ് അവരതിനെക്കുറിച്ച് പഠിച്ചു. ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചു. ഇപ്പോഴിതാ അതിനും സുരേഷ് ഗോപി ജയിച്ച് കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇത്തവണ പലരും ജയിക്കാൻ പോകുന്നു എന്ന് കണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുകയാണ്. അതിൽ നമ്പർ 1 നേമത്താണ്. നേമത്ത് വി ശിവൻകുട്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന എത്ര അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവന എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അത് വിജയേട്ടൻ മനസ്സിലായി കാണും. അതായത് PMSVയിൽ ആ 2000 കോടി രൂപ എടുത്തിട്ട് പദ്ധതി നടപ്പിലാക്കാതിരിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പറയുന്നത്. എന്തോ ഒരു അപക്വമായിട്ടുള്ള പ്രസ്താവനയാണ്. നോക്കി, ഒരു മന്ത്രിയാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അത് അടിച്ചെടുത്തിട്ട് ഇത് നടപ്പിലാക്കാതിരിക്കാനായിരുന്നു നമ്മുടെ പദ്ധതി എന്ന്. അതായത് പൈസ എടുത്തിട്ട് ആ പൈസ അപ്പം നിങ്ങൾ എന്തോ ചെയ്യും? ഈ പൈസക്കൊക്കെ കണക്കുള്ള പൈസയല്ലേ? ഇതൊക്കെ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസയല്ലേ? ഒരു പദ്ധതി നടപ്പിലാക്കാൻ തരുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കാൻ പറ്റും. ഈ പൈസ എടുത്തിട്ട് നിങ്ങളത് പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കൂ? അല്ല, മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. അപ്പോൾ ഇതുപോലെ അദ്ദേഹം പിന്നീട് ഒരു കാര്യം പറഞ്ഞു. UP രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ നേമത്തൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു അത്രയും. UP രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ വണ്ടികൾ, ഇതിനകത്ത് എന്താണ് കൊണ്ടിറക്കുന്നതെന്ന് അറിഞ്ഞൂടാ. BJP ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആയുധങ്ങൾ, മയക്കുമരുന്ന്, കള്ളപ്പണം, ഇതൊക്കെ ആയിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. മറ്റേ എമ്പുരാൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതൊക്കെ ആയിരിക്കാം എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊരു അമേരിക്കൻ ഗൂഢാലോചന പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് അയാൾ പറയാത്തത് ഭാഗ്യം. ഇനി അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂരിലേക്ക് പോട്ടെ. അവിടെ പത്മജ ജയിക്കുമോ എന്നുള്ള നല്ല പേടി നമ്മുടെ സുനിലേട്ടനുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് സുനിലേട്ടൻ. അപ്പൊ സുനിലേട്ടൻ കഴിഞ്ഞ ദിവസം ഈ BJP അവിടെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, BJP അവിടെ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു വലിയ ഒരു ജനങ്ങളെല്ലാം കൂടെ വിളിച്ചു കൂട്ടി. പിന്നെ പ്രതാപൻ ഉണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചു കൂട്ടി. BJP ഇതാ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ഒരു പ്രതിഷേധം അവിടെ നടത്തി. പക്ഷെ പോലീസ് വന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസിന് കേസെടുക്കാനും സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അവിടെ ഈ പ്രതാപൻ ജനങ്ങൾക്കിടയിൽ പരസ്യമായിട്ട് കിറ്റ് കൊടുക്കുന്ന ദൃശ്യങ്ങൾ BJP ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ജനങ്ങളെ ഇവർക്ക് കൺവിൻസ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെയാണെങ്കിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഇടതും വലതും, പല ഭാഗങ്ങളിലും ഭയത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു നല്ല സൂചനയല്ലേ? അതായത് ഞാൻ ഈ വോട്ട് ചെയ്യുന്ന സമയം വർഷങ്ങൾക്ക് മുമ്പ്, അന്നേരം സംഘപരിവാർ BJP-ക്കാർ അന്ന് പ്രതീക്ഷയോട് നോക്കുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. നമ്മുടെ അന്ന് KG മാരാര്, അദ്ദേഹം 126 വോട്ടുകൾക്ക് തോറ്റൊരു മണ്ഡലമാണ് അന്നത്തെ കാലത്ത്. പഴയ കാലത്ത് BJP-യിലൊന്നും എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ആളൊന്നും ഇവിടെ ഇല്ല, BJP എന്ന് പറയാൻ പോലും. പിന്നീട് നിയമവും കൂടെ അതിന്റെ കൂടെ ചേർത്തു. ഇന്നിപ്പം നിയമവും മഞ്ചേശ്വരവും ആരും ചർച്ച ചെയ്യുന്നില്ല. പകരം മറ്റനവധി മണ്ഡലങ്ങളിലേക്ക് അത് മാറി. അതായത് എല്ലായിടത്തും BJP ഒരു വലിയ പവറിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വെപ്രാളം. പണ്ട് കാലത്ത് BJP-ക്കെതിരെ ഒന്ന് പ്രസംഗത്തിലൊന്ന് പറഞ്ഞു പോകുമെന്നുള്ള, ബാബറി മസ്ജിദ്, ഭ്രൂണം, ശൂലം എന്നൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതല്ലാതെ BJP-ക്കെതിരെ പരസ്യമായ അറ്റാക്കിനൊന്നും അവർ സമയം മെനക്കെടുത്തില്ലായിരുന്നു. അപ്പം ഈ BJP-ക്കെതിരെ അവര് പ്രവർത്തിച്ചിട്ട് സമയം കളയേണ്ടത് കരുതിയിട്ടാണ് അവരിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനല്ല കാണുന്നത്. പ്രത്യക്ഷമായി BJP-യെ തടയുന്ന രീതിയിലേക്കാണ് കാര്യം പറയും. ഇന്നലെ ആ TN പ്രതാപൻ അവിടെ കിറ്റിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ ആലോചിക്കുകയും ചെയ്തു. അദ്ദേഹം മണലൂരിലെ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഒരു ഗോസിപ്പിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രതാപൻ അത് BJP-ക്ക് തളർത്താൻ വേണ്ടിയിട്ടല്ല. പ്രതാപൻ തോന്നിയിട്ടുണ്ടാകും തന്റെ അണികൾ ഒരു വലിയ വിഭാഗം BJP-ക്ക് വോട്ട് ചെയ്യുമോ എന്നൊരു ഭയം ഉണ്ടായിട്ടുണ്ടാകും പ്രതാപന്. അപ്പൊ അതിനെ തടയിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ അണികള് നമ്മളെ വിട്ടുപോകും. നമ്മുടെ അണികള് ഇപ്പോൾ BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് കാണുമ്പോൾ സാധാരണ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന പണി, ഈ അണികൾക്ക് ഒരു വൈരാഗ്യം ജനിപ്പിക്കണം. ഈ പറയുന്ന BJP-യോട് വൈരാഗ്യം ജനിപ്പിക്കണമെങ്കിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുത്തണം, സംഘർഷം ഉണ്ടാകണം. അതാണ് ഇന്നലെ പ്രതാപൻ അവിടെ ചെയ്ത നാടകം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകും. BJP-യുമായിട്ടൊരു അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ വോട്ടെല്ലാം ഉറച്ച വോട്ടായിട്ട് നിൽക്കും. നമുക്കൊരു വൈരാഗ്യം വരുമല്ലോ സ്വാഭാവികമായി തന്നെ. നമുക്ക് ഈ കോൺഗ്രസിനോട് എതിർപ്പുണ്ടെങ്കിലും നമ്മളൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ തല്ലി എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരം ഉണ്ടാകും.
അപ്പോൾ നമ്മൾ ശരിക്കും BJP-ക്കെതിരെ ആക്ട് ചെയ്യും. ഇതായിരുന്നു ഇന്നലെ അവിടെ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ചീറ്റിപ്പോയി. കാരണം BJP-ക്കാർ അതിനകത്ത് കൊത്തിയില്ല എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരൊരു സൈഡിൽ ഒന്ന് മുദ്രാക്കി പിടിച്ചിട്ട് പോകുന്നതല്ലാതെ ഒരു ഉന്തിലോ തള്ളിലോ ഒന്നും അത് ഒരു അടിയിലോ ഒന്നും അത് കലാശിച്ചില്ല എന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് പ്രതാപനെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്, അറിയില്ല. അതിനുള്ള സാധ്യത ഞാൻ ആ വിഷ്വലി കണ്ടില്ല. കാരണം BJP-ക്കാർ ഒരു കിലോമീറ്റർ കുറച്ച് ദൂരെ മാറിയാ നിൽക്കുന്നത്. അപ്പൊ അവരാരെ മർദ്ദിച്ചെന്നറിയില്ല ഏതായാലും. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വരുന്നു. അപ്പം സുനിൽകുമാർ കിറ്റ് വിതരണം ചെയ്തു എന്ന് പറയുന്നു. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവിടുത്തെ മതവും ജാതിയും ഉപജാതിയും പറഞ്ഞുകൊണ്ട് കൃത്യമായി പോളറൈസേഷൻ നടക്കുകയാണ്. അവർ പറയുന്നത് മാത്തൂർ അവിടെ ന്യൂനപക്ഷമാണ്, അവർ സംഘടിതമായി തന്നെ മറ്റേ പിഷാരടിക്ക് വോട്ട് ചെയ്യും, ഇവിടെ ഹിന്ദുക്കൾ തന്നെയുള്ള കുറഞ്ഞ വിഭാഗമാണ്, അവര് ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്യും, പക്ഷെ മുന്നോക്ക വിഭാഗം വോട്ട് ചെയ്തില്ല, കൽപ്പാത്തിലുള്ള മുന്നോക്കക്കാർ അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും. അത് ജാതി തിരിച്ച് വളരെ പച്ചയ്ക്കാണ് പറയുന്നത്. ഇവരെല്ലാം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ നിഷ്പക്ഷരാണ് കേട്ടോ, ഞങ്ങൾക്ക് ജാതിയും മതമൊന്നും ഇല്ല. ഇത്രയും പ്രത്യേക രീതിയിൽ ജാതിയും മതവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുകയും ഒരു പക്ഷത്ത് മാത്രം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ പേരാണ് നിഷ്പക്ഷ. ഇനി മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ഡലങ്ങൾ എടുത്തു നോക്കും. എല്ലാ മണ്ഡലങ്ങളിലും ഇത് കണക്ക് തന്നെ സംഘടിതമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഈ ഇടതും വലതും ഒന്നിച്ചു നിൽക്കുന്ന കാര്യം. ഇങ്ങനെയാണ് എങ്കിൽ അടുത്ത 5 വർഷം ആകുമ്പോഴേക്കും ഇവിടെ ഇന്ത്യ മുന്നണി രൂപപ്പെടും. BJP-ക്കെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പിന്നെ അവശേഷിക്കുന്ന മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ ഇപ്പൊ തകർന്നടിയും. ഈ ഇതിനകത്ത് ഇവരെ പറഞ്ഞതിന് വിരുദ്ധമായാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു മുന്നണി രൂപീകരിക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം അതിന്റെ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഈ കേരളത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇത് ചെയ്യുന്നതനുസരിച്ച് BJP-ക്ക് വലിയ മൈലേജാണ് കിട്ടുന്നത്. ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങൾ വലിയ പൊലിപ്പിച്ചെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം വാർത്ത പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ആ വാർത്ത ഉണ്ടാക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു എഫക്റ്റ് ഉണ്ട്, ഒരു റിയാക്ഷൻ ഉണ്ട്. ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം മാത്രം. ആ വാർത്ത പണ്ടായ അകലമാന ഹിന്ദുക്കളും ഈ വാർത്തയുടെ അടി വന്ന് മതേതരത്വം വാരി വിതറിയെന്നെ. ഇപ്പൊ വിതറാൻ ആരുമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് FCRI കൊണ്ടുവന്നു. FCRI കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി? ഒറ്റ ദിവസം അച്ഛന്മാരൊക്കെ ഇറങ്ങി എന്ന് പ്രസ്താവന നടത്തുള്ളൂ. കാരണം അവരുടെ മതത്തിൽ നിന്ന് എന്നുള്ള അവരുടെ വിശ്വാസികളുടെ താഴാവുന്ന അച്ഛന്മാരെ വിളിക്കുന്ന സാഹചര്യം വന്നു. കാരണം ഇപ്പോഴത്തെ കാലം അതാണ്. കാരണം ജനത്തിന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ജനം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ മുനമ്പത്തെ ആ ഹിജാബ് വിഷയം ഉണ്ടായ സ്കൂളില് ഇവിടൊക്കെ എന്തായിരുന്നു? BJP മാത്രമല്ലേ ഉണ്ടായത്, മറ്റൊരു ആരും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് പോലും ഇവർക്കാർക്ക് വിടാൻ കഴിയുന്നില്ല. എന്തിന്? ഈ പറയുന്ന മുസ്ലിം ലീഗിനോ SDP-ക്കോ പോലും BJP-ക്കെതിരെ പോസ്റ്റ് ഇടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ പോസ്റ്റിന് പഴയതുപോലെ സ്വീകാര്യതയില്ല. ആ പോസ്റ്റ് വരുന്നു, അതിന്റെ താഴെ കൂട്ടത്തോടെ ഈ ഹിന്ദു വിശ്വാസികൾ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. കാരണം ഇതിന് അതിന് മതേതരത്വം ഇവര് പറയുന്ന കാര്യമില്ല. ഇന്നിപ്പം KM ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാണ് 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 എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഇന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മതേതരത്വം പറയാൻ കഴിയുന്നത്? അപ്പൊ SDP-യും ഈ പറയുന്നവരുടെയൊക്കെ അജണ്ടകൾ പൊളിഞ്ഞൊടുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരാൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ എതിരാളി ശക്തനാണെന്നല്ലേ. അപ്പോൾ നമ്മൾ BJP-ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ശക്തരാണ്, അവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ ചിലപ്പോൾ ഒരു 10,000-15,000 വോട്ട് പിടിക്കും. ആ വോട്ടിന്റെ എണ്ണം മാത്രം നോക്കിക്കൊണ്ടിരുന്നിടത്തുനിന്ന് സീറ്റിന്റെ എണ്ണം നോക്കുന്ന തരത്തിലേക്ക് അവർ മാറിയപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നാണ്. ഇതിൽ നിന്ന് കേരളത്തിന്റെ ഒരു പിക്ചർ വളരെ വ്യക്തമാണ്. പഴയതുപോലെ അല്ല ധനുഷ് കാര്യങ്ങൾ. കാരണം നമ്മളൊക്കെ ഈ ഇലക്ഷൻ ടൈമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാൻ ഈ മധ്യ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്, വേറെ മറ്റു ഇടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ജനങ്ങളുടെ ഒരു പൾസ് അവർ മടുത്തു തുടങ്ങി. ഈ ഒരു സ്ഥിരം പാറ്റ്, ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, എന്തിനൊരു ആളുകൾ പോലും ഒരു വ്യത്യാസമുണ്ട്, ഒരു ചേഞ്ച് ഇല്ല. അവർ ചേഞ്ചിന് ആഗ്രഹിക്കുന്ന വലിയ ജനമുണ്ട്. അതാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്. ഈ BJP വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ശക്തമായ പ്രവർത്തനമായി മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ജനം ഒരു ചേഞ്ചിന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ മടുത്തു കഴിഞ്ഞു. ഈ ഇടതായാലും വലതായാലും ഒക്കെ അവർ, കാരണം ഒരേ പാറ്റേൺ, ഒരേ കാര്യങ്ങൾ, ഒരേ അച്ച്, ഒരേ അഭിനയം, ഇതെല്ലാം മടുത്തു. അപ്പം സ്വാഭാവികമായി തന്നെ അവരൊരു വലിയ ട്വിസ്റ്റ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ആ ട്വിസ്റ്റ് BJP-ക്ക് അനുകൂലമായി തന്നെ വരും. BJP ശക്തമായി മത്സരിക്കുന്നിടത്ത് അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയും. വലിയ രീതിയിൽ തന്നെ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പൂടെയാണ്. പുറമേ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓളം നമുക്ക് കാണാൻ കഴിയും. അത് ഇടതുപക്ഷത്തിന്റെയും BJP-യുടെ അതൊരു പൈസയുടെ ഓളമാണെന്ന് നമുക്ക് പറയാം. ചെണ്ടമേളമൊക്കെ അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കാര്യം. അടിത്തട്ടിലെ ഓളമാണ് നമ്മൾ കാണേണ്ടത്. വലിയ ചേഞ്ച് ഉണ്ട്. നമ്മളൊരു 10 പേരോട് സംസാരിച്ചാൽ അതിലൊരു 6-7 പേര് തന്നെ ഇവര് മാറണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ UDF ആണ്, അവരും കണക്കാണ്,
ഈ രണ്ട് കൂട്ടരും കൂടി ഇത്ര നാൾ ഭരിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം തുടക്കം മുതൽ വികസിത് കേരളം എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ സംഘപരിവാറിന്റെ ഈ ഹാർഡ് കോപ്പ് സംഘപരിവാറുണ്ട്, അതിതീവ്ര പരിവാറുകാരുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങർക്ക് എന്തിന്റെ കേടായത്, നമ്മൾ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ പറയണം, ക്രിസ്ത്യാനികൾക്കെതിരെ പറയണം, നമ്മൾ ഇത് പറയാതെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അദ്ദേഹം ചലിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ വികസിത കേരളം മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യം പ്രതിഷേധിച്ചവര് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കൂടെയുണ്ട്. ആദ്യം പ്രതിഷേധിച്ചവര് പോക്കും പിന്നീട് അവർക്കും മനസ്സിലാക്കി തുടങ്ങി ശരിയാണല്ലോ പുള്ളി പറയുന്നത്. ഇന്നിപ്പോ വികസിത കേരളം എന്നാണ് ഏത് BJPക്കാരോട് പരിവാറുകാരോട് വെച്ചാൽ അവർ ഞങ്ങൾ വികസനത്തിന് ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, ജാതിയോ മതമോ ഒന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, നമ്മുടെ നാട് വികസിക്കണ്ടേ. ഈ ചോദ്യം ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞു. ആ ചോദ്യം ഏറ്റെടുക്കാൻ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞു. ആ ചോദ്യം താഴെത്തട്ടിൽ എത്തിക്കാൻ അവരുടെ അണികൾക്കും കഴിഞ്ഞു. ഇതൊരു വലിയ സാധനം തന്നെയാണ്. നമ്മുടെ നാട് വികസിക്കണ്ടേ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ വേണം. കാരണം ഇന്നും കക്കൂസ് ഇല്ലാത്ത വീടുകളിൽ പോയി വോട്ട് ചോദിക്കുന്ന സഖാക്കന്മാരുടെ ചിത്രം ഇന്നലെ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. മോദി ശൗചാലയം കെട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് കളിയാക്കിയവന്മാരെ ഈ നാട്ടിലാണ്. അതിദാരിദ്ര്യമുള്ളവരുടെ ഒരു 5,20,000 പേരുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നാടാണ്. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാക്കാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ BJPക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഒരു വർഗീയവാദികൾ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളമെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ഒരു വികസിത, അത് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചോടി അവർക്ക് നല്ലൊരു ഭരണം കുറഞ്ഞ നാൾക്കിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു നല്ല ബഡ്ജറ്റ് ആയിരുന്നു അവതരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ തന്നെ നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഒന്നാം ഗഡുവായിട്ട് 2,000 പേർക്ക് അവർ പൈസയും നൽകി വീട് വെക്കാനുള്ളത്. പറയുക മാത്രമല്ല, അതുപോലെ തന്നെ ഈ തെരുവുനായ ശല്യത്തിന് ഒരു വലിയ സ്റ്റെപ്പ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പം വികസിതമാണ്, ഞങ്ങൾ ജയിച്ച വികസനത്തിൽ മുമ്പിൽ നിൽക്കും, അതിനൊരു സമയം പോലും ഞങ്ങൾ പാഴാക്കില്ല എന്ന്. അത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാല് ഈ മേയർ BV രാജേഷ് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 തൊട്ട് വൈകുന്നേരം 5 മണി വരെ കോർപ്പറേഷൻ ഓഫീസിൽ ജനങ്ങളെ കാണാനും അവരുടെ പരാതി പരിഹരിക്കാനും ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം. ഇതിന് മുൻപൊരു മേയർ ഉണ്ടായിരുന്നല്ലോ, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേനും കൂടും കിടക്കെ എടുത്തിട്ട് അവിടുന്ന് പോകുമായിരുന്നല്ലോ. പിന്നെ അവർ എവിടെ പോകുന്നു എന്ത് പോകുന്നു ആരും തിരക്കാറില്ല, പരാതി പറയാൻ ഒരു ഇടമില്ലായിരുന്നെങ്കിൽ ഇന്ന് അതുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഗുഡ് ഗവേൺസിന് എപ്പോഴും ജനം സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ വ്യാജ പ്രചരണങ്ങൾ നടത്താം. ഇതിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ശ്രീമാൻ ശിവൻകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ട് ഇവിടുത്തെ BJPക്കാർ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസ് അന്ന് കാറാണ് ധനുഷ, കണ്ടെയ്നർ ഒന്നും ഇല്ലെന്ന്. നമ്മുടെ നാട്ടിലന്ന് ഈ അംബാസഡർ കാറുണ്ട്. കാറൊക്കെ നമ്മുടെ ഈ നാട്ടിൽ കൂടെ അന്ന് ഈ അപൂർവമാണ് ഈ കാറൊക്കെ ഓടിപ്പോകുമ്പോൾ പറയും കോൺഗ്രസ്സുകാർ പൈസയും കൊണ്ട്, കാരണം അന്ന് അവർ കേന്ദ്രം ഭരിക്കുക കോൺഗ്രസ്സുകാർ പൈസയും കൊണ്ട് പോകുന്നതാണെന്ന് പറയും. ഇന്നിപ്പോ അതിപ്പോ ഡെവലപ്പായിട്ട് കണ്ടെയ്നറും വിമാനവും ഒക്കെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. കഥ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മാറ്റവും ഇല്ല കേരളത്തിൽ, പഴയ സാധനം തന്നെ. ആകെ ഉള്ളത് ഇനിയിപ്പോ പെണ്ണുകേസ് വല്ലതും വരുമെന്നുള്ളത് 2-3 ദിവസം കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് ഇനി അതും കൂടെ ആരെങ്കിലും ഒക്കെ തട്ടിയുരുട്ടിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പഴയ പാറ്റേണും അതേ പ്രചരണവും ഒക്കെ ആയിട്ടാണ് ഇടതുപരത് മുന്നണി. കുറഞ്ഞ പക്ഷം അതെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ. എങ്ങനെ മാറാനാ? പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള കുറെ എണ്ണമാണ് അതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു ചേഞ്ച് ഇല്ല, ഒരു മുഖം മാറ്റമില്ല, ഒരു നിലപാട് മാറ്റമില്ല. പഴയ സാധനം, ആ പഴയ വീൻ ഇങ്ങനെ ഓരോ ഇലക്ഷനും പുതിയ കുപ്പി നിറച്ച് വരുന്നു. ജനം മടുത്തു തുടങ്ങി. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനിപ്പോ BJPയെ ചീത്ത വിളിച്ചിട്ട് മോദിയെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് സ്വാഭാവികമായിട്ട് മാറും. ഏറ്റവും വലിയ രസം ത്രിപുരയിൽ എങ്ങനെയാണ് വലിയ ട്വിസ്റ്റാണ് ഉണ്ടത്. കർണാടകത്തിൽ സർവേക്കാരെല്ലാം പറഞ്ഞു കർണാടക ഈ ബൊമ്മ സർക്കാർ എന്ന സമയത്ത് ബൊമ്മ അധികാരത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞു. ആദ്യ സമയത്ത് ഇനി യെദ്യൂരപ്പ BJP അധികാരത്തിൽ വരുന്ന സമയമുണ്ട്, ആ സമയത്ത് BJP കയറി വരില്ലെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ഞെട്ടിച്ചോണ്ട് BJP വരെ അതൊരു തൂക്കുസഭയായി മാറുകയും ചെയ്തു കർണാടക. അതിനുശേഷമാണ് BJP കർണാടകം പിന്നെ പതുക്കെ ഭരിച്ചു തുടങ്ങുന്നത്. അതായത് ജനത്തിന്റെ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, ഒരു കൊടുങ്കാറ്റ് പോലെയാണ്, അതിലൊരു ശാന്തത ഉണ്ടാവും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആ കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തതയാണ്. ആ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഏവരെ ഞെട്ടിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ BJPയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല.